എല്ലാവർക്കും ജാസ്പ്രൂ കുക്കിങ്ങിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് മിന്റ് മയോണൈസ് ആണ്. മുട്ടയൊന്നും ചേർക്കാതെ പുതിനയിലൊക്കെ ചേർത്തിട്ടുള്ള ഒരു അടിപൊളി മയോണൈസ് ആണ്. ഇത് സാധാരണ മയോണൈസിനേക്കാൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യം ഒരു മിക്സിയുടെ ജാർ എടുക്കുക. അതിലേക്ക് 1/2 കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കുക. ഒരു 1/2 ടീസ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കണം. പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് 1 ടീസ്പൂൺ വിനാഗിരി ചേർത്ത് കൊടുക്കണം. ഒരു മുറി നാരങ്ങാ നീര് കൂടി പിഴിഞ്ഞു കൊടുക്കാം. പിന്നെ ഞാനിവിടെ 1 കപ്പ് സൺഫ്ലവർ ഓയിൽ എടുത്തിട്ടുണ്ട്. ഇത് 3 പ്രാവശ്യമായിട്ട് കുറേശ്ശെ ഒഴിച്ചു കൊടുത്ത് നന്നായി അടിച്ചെടുക്കണം. ആദ്യം കുറച്ച് ഒഴിച്ചു കൊടുക്കാം. ഇനിയിത് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് വരാം. ഒന്നുകൂടെ അടിച്ചെടുക്കാം. ബാക്കി ഓയിൽ മുഴുവനും ഒഴിച്ചു കൊടുക്കാം. ഒന്നുകൂടെ അടിച്ചെടുക്കാം. ഇപ്പോൾ നല്ല അടിപൊളി മയോണൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതൊരു പാത്രത്തിലേക്ക്, ഇതിൻ്റെ ഒരു 1/4 ഭാഗം മയോണൈസ് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഒരു 1/4 ഭാഗം മയോണൈസ് മാറ്റിയിട്ടുണ്ട്. ബാക്കി ഇതിൽ തന്നെ നിൽക്കട്ടെ. ഇനി ഈ മിക്സിയുടെ ജാറിലേക്ക് തന്നെ ഒരു പച്ചമുളക് ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഒരു പിടി പുതിനയില ഇട്ട് കൊടുക്കണം. ഒരു പിടി മല്ലിയില കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം. ഇതിപ്പോൾ നന്നായി അടിച്ചെടുത്തിട്ടുണ്ട്. ഇത് മറ്റേ നേരത്തെ ഉണ്ടാക്കി വെച്ച മയോണൈസിലേക്ക് ചേർത്ത് കൊടുക്കാം. നിങ്ങൾ ഒരു പ്രാവശ്യം ഇതുപോലെ ഉണ്ടാക്കി നോക്കാം. സാധാരണ ഉണ്ടാക്കുന്നതിനേക്കാൾ നല്ല ടേസ്റ്റാണ്. പിന്നെ വെളുത്തുള്ളി ചേർക്കണമെന്നുള്ളവർക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഒരു സ്പൂൺ കൊണ്ട് ഇത് നന്നായി മിക്സ് ചെയ്തെടുക്കണം. വെളുത്തുള്ളി ചേർക്കണമെന്നുള്ളവർക്ക് ആദ്യം തന്നെ ചേർത്ത് കൊടുക്കാം. ആദ്യം അടിക്കുന്ന സമയത്ത് തന്നെ 2-3 അല്ലി വെളുത്തുള്ളി ഇട്ട് കൊടുത്താൽ മതി. നല്ല ടേസ്റ്റി ആയിട്ടുള്ള മയോണൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കണം. ഈ റെസിപ്പി ഇഷ്ടമായില്ലെങ്കിൽ കമൻ്റ് അയക്കാനും പിന്നെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പോൾ നല്ലൊരു റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം.